പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സൃഷ്ടികളെ സ്തുതി പാടുവിൻ, നാഥനെ വാഴ്ത്തിടുവിൻ. മഹിമകൾ തിങ്ങും ഇഹപരനെ നിത്യം പാടി പുകഴ്ത്തിടുവിൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരൻ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദേവവചനം ശ്രവിക്കുവിൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ മകളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്, നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മക്കേദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവുമില്ലായിരുന്നു. എന്നു മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശ്വറ്റവരെ സമാശ്വാസിക്കുന്ന ദൈവം തീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സമൃദ്ധി മൂലവും. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീഷ്ണതയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എൻ്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിൽ എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങളെ ദുഃഖിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചുകൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹിതപ്രകാരമായിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം രക്ഷാകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷതയും തീഷ്ണതയും നീതിവാഗ്ഞതയുമാണ് നിങ്ങളിലേക്ക് ഉളവാക്കിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷിതരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശവും സകലത്തിൻ്റെയും ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപുരത്തിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച
നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 9, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവൻ്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, ഐക്യപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എൻ്റെ കണ്ണുകളിൽ പുരട്ടി, സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ ഒത്തിരിയേറെ സ്നേഹമുള്ളവരെ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷം? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം. ഗുഡ്. എത്രാം അധ്യായമാണ്? 9-ാം അധ്യായമാണ്. എത്ര മുതലുള്ള വാക്യങ്ങളാണ്? 1 തൊട്ട് 12 മുതലുള്ള വാക്യങ്ങൾ. ഇന്നെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, വളരെ നല്ല കാര്യം. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുക? അന്ധനെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ്റെ ചിത്രമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. 2 കാര്യങ്ങളാണ് അച്ഛൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉള്ളവരാണ്. ഒത്തിരിയേറെ കടബാധ്യതകൾ, ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ, ചില രോഗങ്ങൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. 2 തരത്തിൽ നമ്മുടെ സങ്കടങ്ങളെ വേർതിരിക്കാം. നമ്മുടെ പ്രവൃത്തി കൊണ്ടുണ്ടാകുന്ന സങ്കടങ്ങളുണ്ട്. ചിലർ മദ്യപിച്ച് അസുഖം ബാധിതനായിട്ട് തീരുന്നത്, ചിലർ ഒത്തിരിയേറെ ദൂർത്തടിച്ച് കടബാധ്യത വരുത്തി വയ്ക്കുന്നത്, അതൊരു സങ്കടം. വേറൊരു സങ്കടമുണ്ട്, നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചില സങ്കടങ്ങൾ. ആ സങ്കടങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സഹനങ്ങളും സങ്കടങ്ങളും. എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുണ്ടാകുന്നില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നു, വിവാഹം നടക്കുന്നില്ല. ഒത്തിരി പ്രാർത്ഥിക്കുന്നു, ഒരു അഡ്മിഷൻ ലഭിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ വേണ്ടി അതിനുവേണ്ടി ചെയ്യുന്നു. ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു, പക്ഷേ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നില്ല. ഇതിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങളെയും വേദനകളെക്കുറിച്ചുമാണ് അച്ഛൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കണ്ണോടിക്കുമ്പോൾ അന്ധനായ ഒരു മനുഷ്യനെ ഈശോനാഥൻ കാണുകയാണ്. ഈശോയും ശിഷ്യന്മാരെയും കാണുകയാണ്. ഈശോയോട് ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുന്ന വളരെ സുന്ദരമായൊരു ചോദ്യമുണ്ട്. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? അന്നത്തെ കാലഘട്ടം നമുക്കറിയാം, പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ പാപം അത് മക്കളിലേക്ക് കൺവേ ചെയ്യപ്പെടും അല്ലെങ്കിൽ കൊടുക്കപ്പെടും എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചോദ്യം ആവർത്തിക്കപ്പെടുന്നത്. അന്ന് ചോദിച്ചൊരു ചോദ്യമാണ് ശിഷ്യന്മാർ, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമായിട്ടാണോ? ഈശോ അതിന് പറയുന്ന വളരെ സുന്ദരമായ ഒരു ഉത്തരം ഇങ്ങനെയാണ്: ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. ആ ഉത്തരം ഒന്നും കൂടിയും ചേർത്ത് വായിക്കേണ്ടത് നല്ലതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ
ഇവനിൽ പ്രകടമാക്കേണ്ടതിനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ സങ്കടങ്ങൾ കടന്നു വരുമ്പോൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, ചില പ്രയാസങ്ങളോടെ ഒത്തിരിയേറെ വേദനിക്കപ്പെടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിന് എന്തോ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ ഇങ്ങനൊരു വചനം വായിക്കുക, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അതെൻ്റെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന്. ജീവിതത്തിൽ ദുരിതങ്ങൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട് എൻ്റെ പിന്നിൽ. ചില സങ്കടങ്ങൾക്ക് പിന്നിൽ ദൈവത്തിന് എന്തോ കാര്യം നടത്താനായിട്ടുണ്ട്. എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ദൈവം അറിഞ്ഞിട്ട് ഈ സഹനം എനിക്ക് തന്നിട്ടുള്ളത്, ഈ സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് എന്തോ എനിക്ക് തരാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ വിശുദ്ധ അൽഫോൻസ പുണ്യവതി പ്രത്യേകമായിട്ട് ഓർക്കുമ്പോൾ നമ്മളൊന്ന് പ്രത്യേകം ധ്യാനിക്കണമെന്ന് നല്ലതാണ്. വിശുദ്ധ അൽഫോൻസ പുണ്യവതി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്, ദൈവമേ എനിക്ക് സഹനങ്ങൾ താ, വേദനകൾ താ, സങ്കടങ്ങൾ താ. സഹനങ്ങൾക്ക് വേണ്ടിയും വേദനകൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചൊരു പുണ്യവതിയുടെ തിരുനാളൊക്കെ നമ്മൾ ആഘോഷിക്കുക. പ്രത്യേകമായിട്ട് നമ്മൾ ജീവിതത്തിൽ ചേർത്ത് വയ്ക്കുമ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. വിശുദ്ധ അൽഫോൻസ പുണ്യവതിയെ പോലെ ജീവിതത്തിലെ സഹനങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? വേദനകളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? സങ്കടങ്ങളെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചിന്തിക്കരുത്, ദൈവത്തിന് എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ദൈവത്തിന് എന്നോട് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഈ സഹനങ്ങളും ഈ വേദനകളും തരുന്നത് എന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് എന്തോ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ചിന്തിക്കാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ, ചിലപ്പോൾ എനിക്കൊരു കുഞ്ഞില്ലാതിരിക്കുമ്പോൾ, എൻ്റെ വിവാഹം നടക്കാതിരിക്കുമ്പോൾ, ജോലി കിട്ടാതിരിക്കുമ്പോൾ, ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ കടന്നു വരുമ്പോൾ എപ്പോഴും ചിന്തിക്കുക, ദൈവത്തിന് ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു പദ്ധതിയുണ്ട്, ആ പദ്ധതിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കണം. ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറേ നാൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും, അല്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. നമ്മൾ ചിലപ്പോൾ ചില ഒരു നിയോഗത്തിന് വേണ്ടി, ഒരു ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ചിലപ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം തോന്നും. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ നിയോഗത്തിന് നമ്മൾ പ്രാർത്ഥിച്ചതിനേക്കാളും അപ്പുറം ദൈവം അനുഗ്രഹിക്കുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ അന്ന് കിട്ടാതിരുന്നത് നന്നായി, ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന നടക്കാതിരുന്നത് നന്നായി, അതിനേക്കാളും നല്ലത് നീ എനിക്ക് തന്നല്ലോ എന്ന്. നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് ധ്യാനിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഒരു ചെറിയ കഥ പറയാം. ഒരിക്കൽ ഒരു ഗർഭിണിയായ ആനയും ഗർഭിണിയായ പട്ടിയും കണ്ടുമുട്ടി. ഗർഭിണിയായ ആനയും ഗർഭിണിയായ പട്ടിയും കണ്ടുമുട്ടി. രണ്ടുപേരും സംസാരിക്കുകയാണ്. രണ്ടുപേരും സംസാരം തുടർന്നു. രണ്ടുപേരും ഗർഭാവസ്ഥകളൊക്കെ പറഞ്ഞു, ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞു, സങ്കടങ്ങളൊക്കെ പറഞ്ഞു. ആനയും പട്ടിയും പറഞ്ഞു. ആന പറഞ്ഞു, എനിക്ക് നല്ല വേദനയുണ്ട്, കാരണം എൻ്റെ കൊച്ച് വന്നുകൊണ്ടിരിക്കുക, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ട്. പട്ടിയും പറഞ്ഞു, എനിക്ക് 3-4 കൊച്ചങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്, അതുകൊണ്ട് എനിക്ക് നല്ല വേദനയുണ്ട്. രണ്ടുപേരും അവരുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അവർ കണ്ടുമുട്ടി. കുറച്ച് നാൾ കഴിഞ്ഞ് പട്ടി പ്രസവിച്ചു. കുഞ്ഞുങ്ങളുണ്ടായി, 3-4-5 കുഞ്ഞുങ്ങളുണ്ടായി. ആ പ്രസവം കഴിഞ്ഞ് പട്ടി പിന്നെയും ഗർഭവതിയായി. പട്ടി പിന്നെയും ഗർഭവതിയായി, പിന്നെയും പ്രസവിച്ചു. 3-4 കുഞ്ഞുങ്ങളുണ്ടായി. അപ്പോഴും ആന പ്രസവിച്ചിട്ടില്ല. ആന ആ പ്രസവം കൊണ്ടടക്കുക. രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു. കാരണം പട്ടി എൻ്റെ അറിവനുസരിച്ച് 3 മാസം കൊണ്ട് പ്രസവിക്കും. 3 മാസം കൊണ്ട് പ്രസവിക്കും. എൻ്റെ അറിവ് ശരിയാണെന്ന് അറിയാൻ പാടില്ല, എങ്കിലും 3 മാസം കൊണ്ട് പ്രസവിക്കും. പക്ഷേ ആന അങ്ങനെയല്ല. ആന 18 മാസം കൊണ്ടാണ് പ്രസവിക്കുക. എൻ്റെ അറിവനുസരിച്ച് 18 മാസം എടുക്കും ആന പ്രസവിക്കാൻ. പട്ടിയുടെ 1 പ്രസവം കഴിഞ്ഞു, 2 പ്രസവം കഴിഞ്ഞു, 3 പ്രസവം കഴിഞ്ഞു, 4 പ്രസവം കഴിഞ്ഞു, എന്നിട്ട് ആന പ്രസവിക്കണില്ല. പട്ടി ആകെ ആകുലതരെ. പട്ടി വന്നിട്ട് ഈ ആനയോട് ചോദിക്കുന്നൊരു ചോദ്യം, എൻ്റെ ആന ഇത് എന്തൊട്ട് പ്രസവം അത്? കാരണം മാന്യമായിട്ടുള്ള പ്രസവമാണെങ്കിൽ 4 പ്രസവം എൻ്റെ കഴിഞ്ഞു, നീ ഇതുവരെ പ്രസവിച്ചിട്ടില്ല, ഇതെന്താ പ്രശ്നം? ആന പറഞ്ഞൊരു ഡയലോഗ് ഇങ്ങനെയാണ്, എടാ ഇത് പട്ടിയുടെ കുഞ്ഞല്ല, ആനയുടെ കുഞ്ഞാണ്. ആനയുടെ കുഞ്ഞുണ്ടാവാൻ ചിലപ്പോൾ മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ഇത് ആനയുടെ കുഞ്ഞാണ്. എന്നിട്ട് ആന പറഞ്ഞു വെക്കുന്ന വളരെ സുന്ദരമായൊരു ഡയലോഗ് ഇങ്ങനെയാണ്, എടാ ഈ ആനയുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ ഈ ലോകം അറിയും, ആളുകൾ അതിനെ നോക്കി നിൽക്കും. ആന കടന്നു വരുമ്പോൾ അത്രയും ആൾക്കാർ അതിനെ നോക്കി നിന്ന് വളരെ സന്തോഷത്തോടു കൂടി അതിനെ നോക്കിക്കാണും. പക്ഷെ നിൻ്റെ കുഞ്ഞ് അങ്ങനെ ജനിക്കുമ്പോൾ അങ്ങനെയല്ല. രണ്ടും ജനനം തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. നിൻ്റേത് പട്ടിയുടെ ജനനമാണ്, പക്ഷേ പട്ടിക്കുഞ്ഞിൻ്റെ ജനനമാണ്. എൻ്റേത് ആനക്കുഞ്ഞിൻ്റെ ജനനമാണ്. ആനക്കുഞ്ഞിന് വെയിറ്റ് ഉണ്ട്, വലിപ്പമുണ്ട്. പട്ടിക്കുഞ്ഞിന് ആനക്കുഞ്ഞിൻ്റെ അത്രയും വലിപ്പവും ഇല്ല,
വെയിറ്റും ഇല്ല. അപ്പം നിങ്ങൾ ഓർക്കണം. അപ്പോൾ എന്നിട്ട് ആന പറഞ്ഞു വെക്കുന്ന വളരെ സുന്ദരമായ കാര്യം ഇങ്ങനെയാണ്: ആനയുടെ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് മാത്രം വെയിറ്റ് ഉള്ളത് കൊണ്ട്, അതിന് മാത്രം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത്രയും സമയമെടുക്കുന്നതെന്ന്. എനിക്ക് ഈ കഥയിലൂടെ നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. ചില കാര്യങ്ങൾ, ചില നല്ല കാര്യങ്ങൾ, ചില വെയിറ്റേറിയ കാര്യങ്ങൾ, ചില ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് കിട്ടേണ്ട കാര്യങ്ങൾ നടക്കാനായിട്ട് ഇച്ചിരി വെയിറ്റ് ഉണ്ടാവും, ഇച്ചിരി സമയമെടുക്കും, അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ആനയുടെ കുഞ്ഞ് ജനിക്കാൻ 18 മാസം കാത്തിരിക്കുന്നത് പോലെ ചിലപ്പോൾ ജീവിതത്തിലെ ചില നിയോഗങ്ങൾ നടക്കാൻ, ചില ആവശ്യങ്ങൾ നടക്കാൻ, ചില സങ്കടങ്ങൾ മാറാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചില വലിയ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാത്തിരിക്കാൻ പറ്റട്ടെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെ. ഒന്നാമത്തെ കാര്യം, എല്ലാ സഹനങ്ങളും ജീവിതത്തിൽ തമ്പുരാൻ തരുമ്പോൾ അത് ഓർത്തിരിക്കണം, അതിന് പിന്നിൽ എന്തോ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായിട്ട് മാറുക. രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ സഹനങ്ങളുടെ നടുവിലും നമ്മൾ ചിന്തിക്കേണ്ട ഈ കാര്യമാണ്. എന്ന് വെച്ചാൽ, എന്നെ കൈവിടാത്ത ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ചിന്തിക്കേണ്ട കാര്യം ഇതാ: എന്നെ കൈവിടാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും പ്രസംഗിക്കാൻ പോകുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. എന്നറിയോ, സന്തോഷങ്ങൾ നമ്മളെ ഒന്നും പഠിപ്പിക്കുന്നില്ല, സങ്കടങ്ങളാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക. സങ്കടങ്ങളാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക. എന്താണ് പഠിപ്പിക്കുക? സഹനങ്ങളാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക. കുരിശുകളാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക. എന്താണ് പഠിപ്പിക്കുക? ആരൊക്കെ കൂടെ ഉണ്ടാവും, ആരൊക്കെ കൂടെ ഉണ്ടാവും, എനിക്ക് എത്രത്തോളം സഹിക്കാൻ പറ്റും, എനിക്ക് എത്രത്തോളം വേദനകൾ ഏറ്റെടുക്കാൻ പറ്റും. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹനങ്ങളാണ്, നമ്മുടെ കുരിശുകളാണ്. പക്ഷേ ഈ സഹനങ്ങളുടെയും ഈ കുരിശുകളുടെയൊക്കെ നടുവിൽ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ താങ്ങുന്നൊരു ദൈവം, എന്നെ കാണുന്നൊരു ദൈവം, എന്നെ സംരക്ഷിക്കുന്നൊരു ദൈവം, എന്നെ കൊണ്ടു നടക്കുന്നൊരു ദൈവം എന്നും കൂടെയുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ മനുഷ്യന്മാർ നമ്മൾ ഉപേക്ഷിച്ചു പോകും, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഈ അന്ധനായ മനുഷ്യനെ എല്ലാവരും തഴിഞ്ഞു, പക്ഷേ അവന് കാഴ്ച കൊടുത്ത് അനുഗ്രഹിക്കുന്ന ഈശോയെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എൻ്റെ സ്നേഹം നിറഞ്ഞവരെ, ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ചിന്തിക്കുക, എന്നെ കൈവിടാത്തൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. എൻ്റെ ബുദ്ധിമുട്ടുകളെ, എൻ്റെ സഹനങ്ങളെ, എൻ്റെ വേദനകളെ നന്മയാക്കുന്നൊരു ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്. ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ഒത്തിരിയേറെ അനുഗ്രഹമുള്ളതായിട്ട് മാറുക എന്ന്. 2 കാര്യങ്ങളാണ് അച്ഛനെന്ന് പറയുക. ഒന്നാമത്തെ കാര്യം, എല്ലാ സഹനങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ എന്തോ പദ്ധതിയുണ്ടെന്ന് ചിന്തിക്കുക. രണ്ടാമത്തെ കാര്യം, ഏത് പ്രതിസന്ധിയിലും എന്നെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹമുള്ളതായിട്ട് മാറും. സ്നേഹം നിറഞ്ഞവരെ, ഈ 2 കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ നിന്ന് കർത്താവേ നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഇന്നത്തെ ദിവസം ദിവ്യബലിക്ക് നേതൃത്വം നൽകുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബത്തെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹനാഥനായ ഈശോയെ, ഞങ്ങളുടെ ഇടവകയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജിനി അച്ഛനെയും സിസ്റ്റേഴ്സിനെയും എല്ലാ മതാധ്യാപകരെയും എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെല്ലാവരെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന സന്യാസ ഭവനത്തെയും വിവിധ സംഘടനകളെയും അവരുടെ പ്രവർത്തകരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യദ്രകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ.
കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചേക്കുകയും ചെയ്യട്ടെ. കരമണയ്ക്കാനപ്പവും കരതലത്തിൽ വീഞ്ഞുമായി വരികയായി നിൻ സുതരിതാ ചൊരിയുമോ വരമാലിനി സകല നന്മദായക അഖില ലോകനായക മഹിത പാദേ ചേർന്നു നിൻ മഹിമ പാടിടാ. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രത്യേകമായി വിദൂരത്തിരുന്ന് ഓൺലൈൻ വഴി ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ ആവശ്യങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണേ കർത്താവെ. ഈ ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഒത്തിരി കുടുംബങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, പലവിധ രോഗങ്ങൾ മൂലം വേദനിക്കുന്നവരുണ്ട്. അവരെല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞേറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, തകർക്കപ്പെട്ടവർ, തകർന്നു പോയവർ, ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, പഠിക്കുന്ന മക്കൾ, വിവിധങ്ങളായ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഈശോയെ എല്ലാവരെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി എന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ നിയോഗങ്ങളും അങ്ങയുടെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ കർത്താവേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുത്യർഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യം അദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുമുള്ള ജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സുഖത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലേവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാവിത്രിയുമായ സഭയിലും
ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെയും മാമോദീസായും ശരീരത്തിലെ ഏർപ്പും നിത്യായുസ്സങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാത്തിനെ, ഇസ്ഹാക്കിനെ, യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നദ്ധയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായമുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിനിടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. മേഘതലങ്ങളിൽ ഉയരം ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. വാനവരം ഭൂമി മാനവരം നിൻ വിജയമഹത്വം കീർത്തിപ്പൂ. വാനവരം ഭൂമി മാനവരം നിൻ വിജയമഹത്വം കീർത്തിപ്പൂ. മഞ്ഞടി മലകളും ആഴികളും നിൻ മഹിമയിലെന്നും മുഴുകുന്നു. മേഘതലങ്ങളിൽ ഉയരം ഗീതം മഹിത മഹേശ്വരനോശാന. പരിശുദ്ധൻ നീ പരിശുദ്ധൻ, പരിപൂജിതമങ്ങേ തിരുനാമം. നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. കർത്താവെ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച ഈ കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി
നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവേ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. സത്യദേവസൂനുവേ നിത്യസ്നേഹരൂപനേ യേശുവേ യേശുവേ കൈതൊഴുന്നേരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും മറ്റ് മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ശംശാനമാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവെ ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാനയങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിൻ്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യാഗവേദിയിൽ സ്നേഹനാളമാ യേശുനായക വന്നു നീ, മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ, ജീവനേകുവാനപ്പമായി നീ ഭൂവിനേകി നിൻ രക്തവും നിത്യജീവിതം കാത്തിടുന്നിവർ സത്യമാർഗമായി തീർന്നു നീ, സത്യമാർഗമായി തീർന്നു നീ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ
പാപാവസ്ഥകളെക്കുറിച്ചും തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ഏറ്റുപറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യപാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കള്ളസാക്ഷ്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, വെറുപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ആവശ്യങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളിൽ നിന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജയിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവേൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. മിശിഹായുടെ ശരീരവും രക്തവും കടങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും തമ്പുരാന്റെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ അച്ചുകണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ എന്നറിഞ്ഞുകൂടാ.